നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാൽ ഒട്ടനവധി ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ ശനി കണ്ടകശനി, ഏഴശനി, അഷ്ടമശനിയൊക്കെ അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് പല ആൾക്കാർക്കും തിരിച്ചറിഞ്ഞൂടെ. വാസ്തവത്തിൽ അനവധി ആൾക്കാർ നമ്മൾ ചോദിക്കാറുണ്ട്, വിളിച്ച് ചോദിക്കാറുണ്ട്, കമൻ്റായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ നക്ഷത്രങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ. അപ്പോൾ അതറിയാത്ത ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം കണ്ടകശനി ബാധിച്ചിരിക്കുന്ന കുറേ നക്ഷത്രക്കാരുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാനസിക ക്ലേശങ്ങളും ധനമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകളും ശാരീരിക ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്ന കണ്ടകശനി ബാധിച്ചിരിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ മകേര്യം, തിരുവാതിര, പുണർധം, ഉത്രം, അത്തം, ചിത്തിര, മൂലം, പൂരാടം, പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഈ നാളുകൾക്കാണ് കണ്ടകശനി ബാധിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ. അല്പം ബുദ്ധിമുട്ടുകളുണ്ടാവും, മാനസിക ക്ലേശങ്ങളുണ്ടാവും, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും, ധനമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകളുണ്ടാവും. സ്വാഭാവികമാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ബാധിച്ചു കഴിയുമ്പോഴേ. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ നക്ഷത്രക്കാർ. മറന്നു ഉടനടി മറന്നു ആൾക്കാരൊക്കെ, അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ. മകേര്യം, തിരുവാതിര, പുണർധം, ഉത്രം, അത്തം, ചിത്തിര, മൂലം, പൂരാടം, പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്കാണ് കണ്ടകശനി ദോഷം ബാധിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ. ഇനി അതുപോലെ തന്നെ ഏഴര ശനിയുണ്ട്. ആ ദുരിതം ബാധിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏഴര ശനി ദോഷം ബാധിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയെന്നൊന്ന് നോക്കാം. അവിട്ടം, ചതയം, പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക. ഈ നാളുകാർക്കാണ് ഏഴര ശനി ദോഷം ബാധിച്ചിരിക്കുന്നത്. അവരും ഒന്ന് ശ്രദ്ധിക്കുക. ബുദ്ധിമുട്ടുകൾ പലവിധേന വരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും, മാനസിക ക്ലേശങ്ങൾ വരും, ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും. ഇതൊക്കെ തരണം ചെയ്യാനുള്ള പല വഴിപാടുകളും ഉണ്ട്, അതും പറയാം. എന്താണെങ്കിലും ഏഴര ശനി ദുരിതം ബാധിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ അവിട്ടം, ചതയം, പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക. ഈ നാളുകാർക്കാണ് ഏഴര ശനി ദോഷം ബാധിച്ചിട്ടുള്ളത്. അടുത്തത് പറയണമെങ്കിൽ അഷ്ടമശനി ബാധിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ. അവർക്കാണ് അഷ്ടമശനി ദോഷം ബാധിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ശനി ദോഷങ്ങൾ ബാധിക്കുമ്പോൾ ബലാഘാതം, രോഗമൂർച്ചയുണ്ടാവും, രോഗസ്ഥിതി മൂർച്ഛിക്കും, അത്യാസന്ന നിധിയിലേക്കൊക്കെ മാറാവുന്ന ചില നക്ഷത്രക്കാരൊക്കെ ഉണ്ട്. വിചിത്ര നാളുകാർ, അതുപോലെ തിരുവോണം, അവിട്ട നാളുകാർ, പുരുട്ടായ നാളുകാർ, ഇവർക്കൊക്കെ രോഗസ്ഥിതിയൊക്കെ ഇപ്പം മൂർച്ഛിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സമയസ്ഥിതിയാണ്. അപ്പോൾ ഈ നാളുകൾക്ക്, ഈ ബുദ്ധിമുട്ടുള്ള നാളുകാർക്ക് ചെയ്യാൻ പറ്റിയ വഴിപാടുകളുണ്ട്. അവർ ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് കഴിക്കാൻ പറ്റിയ വഴിപാടുകളുണ്ട്. ഇത് പ്രധാനമാണ്. അയ്യപ്പസ്വാമിക്ക് എള്ളു പായസം കഴിക്കുക, നെയ്വിളക്ക് കഴിക്കുക, നീരാഞ്ജനം കഴിക്കുക, എള്ളുതിരി കഴിക്കുക. ഇങ്ങനെയുള്ള വഴിപാടുകൾ അയ്യപ്പസ്വാമിക്ക് മാറി മാറി ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ശനിയുടെ ദുരിതം ബാധിക്കാതിരിക്കാനും ആ ദുരിതത്തിൻ്റെ കാഠിന്യം കുറയാനൊക്കെ വളരെ വിശേഷമാണ്. അയ്യപ്പസ്വാമിക്ക് എള്ളുതിരി, എള്ളുപായസം, നീരാഞ്ജനം, നെയ്വിളക്ക്, കരിക്കഭിഷേകം എന്നീ വഴിപാടുകളൊക്കെ വളരെ വിശേഷമാണ്. അയ്യപ്പസ്വാമിയിൽ നിന്ന് ഈ ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ് ഈ വഴിപാടുകൾ കഴിക്കുന്നത്. അത് ചെയ്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ചിത്തിര നാളുകാർ, പുരുട്ടാതി നാളുകാർ, അവിട്ട നാളുകാർ, ഈ നാളുകൾക്ക് രോഗസ്ഥിതി മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അയ്യപ്പന് കരിക്കഭിഷേകം, മഹാദേവന് ജലധാര കരിക്കഭിഷേകം എന്നീ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കണം. വളരെ വിശേഷമായിരിക്കും. അപ്പോൾ അധികം അത്യാപത്തിലേക്ക് പോവില്ല. ആ പോയേക്കണ അവസ്ഥയിൽ നിന്നൊക്കെ മോചനം കിട്ടി
സുഖം പ്രാപിക്കാനൊക്കെ ഈ വഴിപാട് നല്ലതാണ്. അയ്യപ്പസ്വാമിക്കും മഹാദേവനൊക്കെ കരിക്കഭിഷേകം കഴിക്കുക. അപ്പോൾ അത് കുറേ രോഗാവസ്ഥകൾക്ക് ശമനം വരുത്തും. മഹാദേവന് പാലഭിഷേകം കഴിക്കുക. ഇതൊക്കെ രോഗാവസ്ഥയ്ക്ക് ശമനം കഴിക്കുന്ന വഴിപാടുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടുന്നതാണ്. ഇതും കൂടി പറയാം. കണ്ടകശനിയുള്ള നക്ഷത്രക്കാർ മകേര്യം, തിരുവാതിര, പുണർദം, ഉത്രം, അത്തം, ചിത്തിര, പുരാണം, പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, മൂലം നക്ഷത്രക്കാർക്ക് കണ്ടകശനി. ഇനി ഏഴശനിയുള്ള നക്ഷത്രക്കാർ അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക എന്ന ആൾക്കാർ ഏഴശനിയുള്ള ആൾക്കാർ. അഷ്ടമശനിയുള്ള ആൾക്കാർ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ എന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ധാരാളമായിട്ട് ഏക്കാതിരിക്കാൻ വഴിപാടുകൾ വെച്ച് പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമിക്ക് എള്ളുതിരി, നീരാഞ്ജനം, എള്ളുപായസം, കരിക്കഭിഷേകം, നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ എന്തെങ്കിലുമൊക്കെ മാറി മാറി കഴിക്കാം. മഹാദേവന് ജലധാര, പാലഭിഷേകം, അത് രോഗാതുരിതം മൂർച്ഛിച്ചിരിക്കുന്ന ആൾക്കാർക്ക്, രോഗാവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് മകേര്യം, ചിത്തിര, അവിട്ടം ഈ നാളുകൾക്കൊക്കെ രോഗസ്ഥിതികൾ ഉണ്ടാവും. അത് അല്പം ബുദ്ധിമുട്ടുകളാവാൻ സാധ്യതകളുള്ള നാളുകളാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാണ് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കാം. നിങ്ങളെല്ലാവരും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യം സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.